Hi friends, അപ്പോൾ എല്ലാവർക്കും villagegeniusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നാട്ടിൽ നല്ല മഴയാണ്. എല്ലാവരും നല്ല മഴയാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ഡിലേ ആവുന്നത്. ഓക്കേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ വണ്ടിയുടെ റിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെറുങ്ങനെ ഒന്ന് റീസ്റ്റോർ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കാരണം നമുക്ക് ലേത്തിലേക്ക് പോയിട്ട് അതിന്റെ ആക്സിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ 5K കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വളരട്ടെ, ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് നേരെ ബാക്കി വർക്കുകളിലേക്ക് വരാം. അപ്പോൾ ഗൈസ്, സമയം ഇപ്പോൾ ഏകദേശം 9 മണി എടുക്കുന്നു. നമ്മൾ നമ്മുടെ വീല് റീസ്റ്റോർ ചെയ്യാൻ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, ഇതിൽ കുറച്ച് നട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നട്ടുണ്ട്. കീ ഗാഡിയിൽ വരുന്ന വീലാണ്, ചേതക്കിൻ്റെ തന്നെ. നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി പിന്നീട് പെയിൻറ്റിംഗ് ഒക്കെ പിന്നീടാണ് കേട്ടോ. അപ്പോൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഓരോ സ്ക്രൂസും അഴിച്ച് നമ്മളിത് പല പാർട്സ് ആക്കി എടുക്കാൻ പോകണം കേട്ടോ. ഇത് ഏകദേശം 3 പീസ് ഉണ്ടാവും. അതായത് ഇതിൻ്റെ മിഡിൽ പോർഷൻ, ഹബ്ബും പോട്ടെ, ഈ ഒരു റിമ്മിൻ്റെ തന്നെ സെൻറ്റർ, പിന്നെ ഇതിൻ്റെ ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഭാഗം, ഇതിന് പേര് കാര്യത്തില്ല കേട്ടോ, ഈ ഒരു ഭാഗം. അപ്പോൾ നമ്മളിത് 3 പീസാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒന്ന് അഴിച്ചു നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ മൊത്തം അഴിച്ചിട്ടുണ്ട് കേട്ടോ. റിമ്മിൻ്റെ ഒരു പീസ്, ഇത് രണ്ടാമത്തെ പീസ്, ഇത് സെൻറ്ററിൽ വരുന്നൊരു പോർഷൻ. ഞാനിനി ഇത് 3 കഴുകി എടുക്കട്ടെ. നന്നായിട്ട് കഴുകി നമുക്ക് പിന്നീട് പെയിൻ്റൊക്കെ അടിക്കാനുള്ളതാണ്. റസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ല. ഇതിനു മുമ്പ് റീസ്റ്റോർ ചെയ്ത് വെച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. റസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. മട്ടി അടിച്ച് വെച്ചിട്ടുണ്ട്. മട്ടി എന്ന് വെച്ചാൽ ഫസ്റ്റ് കോട്ട് പെയിൻ്റ് എന്ന് പറയും. അതൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഡിസ്കൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയേക്കാം കേട്ടോ. സാധനങ്ങളൊക്കെ നമ്മളിതാ ഡീസൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വെട്ടത്തിൻ്റെ കുറവുണ്ട്. ബാക്കിയൊക്കെ ഞാൻ പകല് കാണിക്കട്ടോ. അപ്പോൾ നമ്മൾ ഒരു വീല് ഫുള്ള് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് തിരിച്ച് അസംബിൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ആദ്യം കണ്ടതിനേക്കാൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം. ഇതൊന്നുമല്ല, നമുക്കിനി ഇത് പറ്റുമെങ്കിൽ ഇതിന് ഇനി അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ വരാൻ നേരത്ത് നമുക്ക് നൈസായിട്ട് ഇതൊന്ന് എന്താ പറയുക, ജെറ്റ് വെച്ചൊന്ന് കഴുകണം. അതായത് വാട്ടർ സ്റ്റേഷനിൽ പോയിട്ട് ജെറ്റ് വെച്ചൊക്കെ ഒന്ന് കഴുകി ഇതിൻ്റെ എഡ്ജൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ശേഷമാണ് പെയിൻറ്റിങ് വർക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റിമ്മ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി രണ്ടാമത്തെ റിമ്മ് രാവിലെ ക്ലീൻ ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ റിമ്മും ക്ലീൻ ചെയ്ത് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ ചെയ്തായിട്ടില്ല, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കിനി എക്സസ് വന്നേക്കുന്ന പെയിൻറ്റിൽ നമുക്ക് റിമൂവ് ചെയ്യണം. പെയിൻറ്റ് റിമൂവർ വെച്ച് റിമൂവ് ചെയ്യണം. അതിനു മുമ്പ് നമുക്കൊന്ന് ലേത്തി പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ വരുന്നതായിരിക്കും ആ വീഡിയോസൊക്കെ. അപ്പോൾ ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കാനുണ്ട്, റീസ്റ്റോർ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ബാക്കി പരിപാടികളൊക്കെ നോക്കിയേക്കാം. അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ എന്താ, വണ്ടിയുടെ സ്പോക്കറ്റ് അഴിക്കണം. സ്പോക്കറ്റ് അഴിച്ചിട്ട് എയർ അഴിക്കണം. അപ്പോൾ നമുക്ക് ഈ കേസിങ്ങും പിന്നെ മറ്റു പീസുകളൊക്കെ നമുക്ക് ആദ്യം അഴിച്ചു മാറ്റിയേക്കാം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളിത് അതിൻ്റെ ബാക്ക് വീല് അഴിച്ച് മാറ്റിയിട്ടിരിക്കുന്നത്. അത് ഒരുവിധം ഇളക്കി മാറ്റി വെച്ചതാണ്. അപ്പം സ്പോക്കറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതിൻ്റെ സെൻറ്റർ ആക്സിൽ വല്ലാണ്ട് പിടിച്ചു പോയി, തുരുമ്പെടുത്തിട്ട്. കാരണം കുറേ കാലം കിടന്ന വണ്ടിയില്ല, പിന്നീടാണ് നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ ഓരോ ലോക്കുണ്ട്, ഓരോ സ്ക്രൂവിനും ഓരോ ലോക്കുണ്ട്. ഓരോ ലോക്കും നമ്മൾ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇത് അഴിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് സമയം എടുത്തൊരു വർക്കാണ്. ഇതാണ് ഈ വീഡിയോയിൽ ഏറ്റവും ലെങ്ത് കൂടിയൊരു പാർട്ടും. അപ്പോൾ നിങ്ങളിത് കാണുക കേട്ടോ. ഇപ്പം നമ്മളിതിൻ്റെ പോക്കറ്റ് ഫുള്ള് അടിച്ച് ലോക്ക് കളഞ്ഞ് എല്ലാം ലൂസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്ന പരിപാടി അത് ക്ലീൻ ചെയ്യണം, ഓരോ പോക്കറ്റും ക്ലീൻ ചെയ്യണം. പിന്നെ ഞാൻ ഇതിൻ്റെ അതേ അളവിനുള്ള
ഡിസ്ക് കിട്ടും, പട്ട എന്ന് പറയും, ഡിസ്കിൻ്റെ പട്ട കിട്ടും. ഡിസ്ക് മെറ്റൽ ഡിസ്ക് ഏകദേശം 3 മില്ലി 4 മില്ലിമീറ്റർ കനത്തിലുള്ള വലിയ ഡിസ്ക് മേടിച്ചിട്ട് അതിന് ഹോൾ ഇട്ടിട്ട് അതിന് കൺജോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സിലേൽ ഇത് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ആക്സിലിൻ്റെ വർക്കാണ്. അപ്പോൾ ഇത് പോളിഷ് റാഡ് എന്ന് പറയും. പോളിഷ് റാഡ് എന്ന് പറയുന്ന ഒരു കമ്പിയാണ്. പോളിഷ് റാഡാണ് നമ്മൾ ആക്സിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അളവനുസരിച്ച് 1 മീറ്റർ നീളമുള്ള, 1 മീറ്റർ അല്ല, ഇപ്പോൾ ഇത് 1.16 മീറ്റർ ഉണ്ട്, 1.60 ഉണ്ട്. അപ്പോൾ നമ്മൾ 1 മീറ്റർ നീളത്തിൽ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് ഒരു സൈഡ് നമ്മൾ മുറിച്ച് കളഞ്ഞു, മറ്റേ സൈഡ് മുറിച്ച് കളഞ്ഞു. കാരണം വേറൊന്നുമല്ല, ഈ റാഡിൻ്റെ തലയ്ക്ക് 2 തടവ് വന്നിട്ടുണ്ട്. അത് എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല. ഇത് നമ്മൾ സ്ക്രാപ്പിൽ പോയി മേടിച്ചതാണ്. അപ്പോൾ 2 തടവ് വന്നിട്ടുണ്ട്. യൂഷ്വലി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന റാഡായിരിക്കാനാണ് ചാൻസ്. 2 തടവ് വന്നിട്ടുണ്ട്. അപ്പോൾ തടവ് വരുന്ന പോർഷനാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഈ പോളിഷ് റാഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ വളരെ ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അത് ഇരുമ്പ് തന്നെയാണ്, നല്ല ബലമുള്ള ഒരു ഇരുമ്പാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യണമെങ്കിൽ വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. നമുക്ക് ആ ഒരു അളവ് തന്നെ കട്ട് ചെയ്യണം. ഇത് വെൽഡ് ചെയ്താലൊന്നും നിൽക്കത്തില്ല. കാരണം വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ആക്സിൽ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പോളിഷ് റാഡ് നമ്മുടെ ഈ ബെയറിങ്ങുമായിട്ട് ജോയിൻ്റ് ആകുമ്പോൾ നോക്കണം. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് P205 എന്ന് പറഞ്ഞൊരു ബെയറിംഗ് ആണ്. വളരെ സ്ട്രോങ് ബെയറിംഗ് ആണ്. ഇതുപോലുള്ള വാഹനങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ബെയറിംഗ് ആണ്. പെർഫെക്റ്റ് ഫിറ്റാണ്. നമ്മൾ അടിച്ചിട്ട് ഇരുന്നോളൂ. പക്ഷേ അതുപോലെ നമുക്ക് ചെറിയൊരു ട്രിമ്മിങ് ആവശ്യമായിട്ട് വരും. പെർഫെക്റ്റ് ഫിറ്റാണ് കേട്ടോ. അപ്പോൾ വർക്കെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ആക്സിൽ ഏകദേശം ഈ ഒരു രൂപത്തിലിരിക്കും. അതായത് നമ്മുടെ ആക്സിലിൻ്റെ നടുക്ക് തന്നെ സ്പോക്കറ്റ്, റിമും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലേത്തി കൊടുത്ത് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുറച്ച് ടഫ് ജോബാണ്, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കണ്ടല്ലോ P205 എന്ന് പറയുന്ന ബെയറിങ്. അപ്പോൾ ഈ ബെയറിങ്ങാണ് നമ്മൾ വണ്ടിയിൽ ഒക്കെ ഉദ്ദേശിക്കുന്നത്. വണ്ടി ഇതുവരെ ഏതാണെന്ന് മനസ്സിലായി നിങ്ങളൊന്ന് ഗസ് ചെയ്തോ. കാരണം ഞാൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. നിങ്ങൾ ഗസ് ചെയ്ത് ആരാ വിൻ ചെയ്തത് നമുക്ക് നോക്കാമല്ലോ. ഓക്കെ. അപ്പം പിന്നെ സ്പോക്കറ്റ് ഞാൻ പറഞ്ഞില്ല, 2 പോലെ പട്ടയുടെ ഇടയിൽ സ്പോക്കറ്റ് നമ്മളിങ്ങനെ സ്പോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നീക്കാൻ ഭാഗത്തിന്. പിന്നെ ഇതാണ് നമ്മുടെ ഡിസ്ക്. കാലിഫർ കൊടുക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. ഈ ഒരു mm ഡിസ്ക് വരുന്ന വെച്ചാൽ 150 രൂപയ്ക്ക് ഞാൻ 4 ഡിസ്ക് മേടിച്ചു കേട്ടോ. 3 mm വരുന്നുള്ളൂ. 3 mm 4 mm ഓക്കെ, 4 മില്ലിമീറ്റർ ഇതിൻ്റെ തിക്നെസ് വരുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ ആ ഒരു റിമ്മിൻ്റെ 2 സൈഡും ലേത്തി കൊടുത്ത് ട്രിം ചെയ്ത് അതിൽ കീ ഗാഡി എന്ന് പറയും. നമ്മളതിൽ കീ ആണ്. ഈ കീ ഗാഡി എന്ന് പറയുമ്പോൾ അത്ര പരിചിതമായിരിക്കില്ല. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ടയർ അടുപ്പ് ചെയ്ത് അതിൽ പിന്നീട് ഫ്രീ റോൾ ആവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ നമ്മളൊരു പീസ് അടിച്ച് തരുന്നത്. അതിനാണ് കീ ഗാഡി എന്ന് പറയുന്നത്. അപ്പോൾ ലേത്തി കൊടുത്ത് ട്രിം ചെയ്ത് 2 സൈഡിലും 240 എന്ന് പറയുന്ന വലിയൊരു ബോൾട്ട് ഉണ്ട്. ആ വലിയ ബോൾട്ട് നമ്മൾ അപ്പുറം ജോയിൻ ചെയ്യുകയാണ്. 240 എന്നാണ് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലേത്തിലേക്ക് സാധനം കൊടുക്കാനാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂട്ടിക്കാണ് പോകുന്നത്, അതിനുള്ള സാധനമുള്ളൂ. പക്ഷേ തിരിച്ച് വരാൻ നേരത്ത് നമ്മൾ എന്തായാലും വലിയൊരു പീസായിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് കാറിന് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോയി എടുക്കേണ്ടി വരും. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ വർക്കുകൾ കണ്ടല്ലോ, ഇത്രേ ഉള്ളൂ നമ്മുടെ വർക്ക്. അപ്പം ഇനിയും കിടക്കുന്നുണ്ട്, വർക്ക് പെൻഡിങ് ആണ്. കാരണം വേറൊന്നുമല്ല, വണ്ടിയുടെ മെയിൻ കമ്പോണൻറ്റ് കാർബറേറ്റർ അത് കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് എത്രത്തോളം സ്ഥലങ്ങളിൽ പോയി തപ്പിയെടുക്കാമോ അതെല്ലാം ഞാൻ കുറേ അന്വേഷിച്ചു. കിട്ടട്ടെ, എന്തായാലും കിട്ടും. ഓക്കെ. അപ്പം വണ്ടിയുടെ വർക്കുകൾ ഉടനെ വരുന്നതായിരിക്കും. ലേത്തിലെ സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലേത്തിൽ നിന്നുള്ള വീഡിയോസ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എടുത്തു വെച്ചിരുന്നു, അതെങ്ങനെയോ സേവ് ആയില്ല, ഡിലീറ്റൊക്കെ ആയിപ്പോയി. കാരണം എന്തോ അത് പോയി. അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, കൂടുതൽ വിഷ്വൽസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണം എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഇത്ര ഉള്ള കാര്യം, ഇന്നത്തെ കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലും കൂടെ എനബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇതുപോലെ നല്ല നല്ല കണ്ടന്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കാണാവുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.